ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഹാംസ്റ്റർ കോമ്പാറ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടാപ്പ് ടു വൺ ഗെയിമാണ്. മീൻസ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പം കോയിൻസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്. ഇത് പിന്നെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ടെലിഗ്രാം ലിങ്കാണ്. ടെലിഗ്രാം ലിങ്കിൽ നമ്മൾ എടുത്ത് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഗെയിമിലോട്ട് കയറുന്നത്. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ് കോയിൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് ഏൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അതറിയാനായിരിക്കുമല്ലോ താല്പര്യം. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കോയിൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോയിൻസ് മാത്രം ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് പെർ അവർ ആണ്. അപ്പോൾ പ്രോഫിറ്റ് പെർ അവർ എത്രയാണെന്ന് നമ്മളെ കൂടിയാൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കോയിൻസ് മാത്രം കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാമെന്ന് നോക്കാം. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ ഉണ്ട്. ഒന്നാമത്തെയാണ് ടാപ്പിംഗ്. ടാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു അനിമലിനെ കാണും. ഇറ്റ്സ് ബി എ മൗസ് ഓർ സംതിങ് എൽസ്. അതെന്താ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അതാണ് ആനിമൽ. ഈ ആനിമലിനെ നമ്മൾ ഇതിനകത്ത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു കൈ ഉണ്ടോ 2 കൈ ഉണ്ടോ ഒക്കെ നമുക്ക് ടാപ്പ് ചെയ്യാം. കാരണം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അത് തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ടാപ്പിംഗ് ആണ് മെയിനായിട്ട്. പിന്നെ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഓൺലൈനിൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഓൺലൈനിൽ ഉള്ളപ്പോൾ മാത്രമല്ല നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഏൺ ചെയ്യും? അപ്പോഴും നമുക്ക് ഏൺ ചെയ്യണം. അതിനുള്ള വഴിയാണ് അതിനകത്തുള്ള ഓരോ സ്റ്റെപ്സ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്തുള്ള ഒരെണ്ണമാണ് മൈനിങ്. ഈ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോയിൻസ് ഉണ്ട്. അപ്പം നമുക്ക് ബേസിക് കിട്ടുമ്പോഴത്തേക്ക് ഇത്രയും കോയിൻസ് ഒന്നും കിട്ടത്തില്ല. ആകെപ്പാടെ ഒരു 5000 അത്രയൊക്കെ സ്റ്റാർട്ടിങ് കിട്ടും. അപ്പോൾ ഈ കോയിൻ നമ്മൾ ടാപ്പ് ചെയ്ത് ഇൻക്രീസ് ചെയ്യാത്ത നമുക്ക് എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഓരോ കൂപ്പൺ കോഡ് ഉണ്ട്. അപ്പോൾ ആ കൂപ്പൺ കോഡ് വഴി നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അത് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കൂപ്പൺ കോഡ്. അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്ത് ആ ഓരോ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഡെയിലി കൂപ്പൺ കോഡ് വെച്ചിട്ട് കിട്ടും. പിന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് കയറ്റാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ലിങ്കിനകത്ത് ആണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പ്രൊഫൈലിലെ ലിങ്ക് ഷെയർ ചെയ്തിരിക്കുമ്പോൾ അപ്പോൾ അവർ അതിനകത്ത് നമ്മളെ ഗൂഗിൾ പേ ഫോൺ പേയിലൊക്കെ നമ്മൾ ചെയ്യുമല്ലോ ഇൻവൈറ്റ് ലിങ്ക് വഴി. ആ സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് കയറുവാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഡെയിലി റിവാർഡ് ഈ ആപ്പിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഡെയിലി റിവാർഡ് വെച്ചിട്ട് നമുക്ക് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഡെയിലി റിവാർഡ് വെച്ചിട്ടും കോയിൻ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോഫിറ്റ് പെർ അവറാണ് കൂട്ടേണ്ടത്, അല്ല കോയിൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഈ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മൈനിങ് ഉണ്ട്. മൈനിങ്ങിനകത്ത് നമുക്ക് ടാപ്പിംഗ് ഉണ്ട്, മൈനിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെ കുറേ ഐറ്റംസ് കാണും, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കാണും. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മുടെ എത്രയാണോ കോയിൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് ആ കോയിൻസിൻ്റെ ഇത് വെച്ചിട്ടുള്ള നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുക. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് ഇൻ കേസ് അവരിപ്പം ലാസ്റ്റ് അവർ പറയുന്നുണ്ട് ജൂലൈ 1 എന്തോ വീക്കിലാണ് ഇതിൻ്റെ ക്യാഷിൻ്റെ എന്തോ ഡിക്ലറേഷൻ ടോക്കൺ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്ത് നമുക്ക് കിട്ടി, അതെങ്ങനെ എനേബിൾ ചെയ്തിടാം എന്നുള്ളതാണ് പറയുന്നത്. അതിനാദ്യമേ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എയർഡ്രോപ്പ് ഓപ്പൺ ചെയ്യുക. പിന്നെ കണക്ട് ടോൺ വാലറ്റ് എന്നുണ്ടാവും. അത് കണക്ട് ചെയ്യുമ്പോൾ ടോൺ വാലറ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ വാലറ്റ് ഇൻ ടെലിഗ്രാം. ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് ചെയ്താൽ മതി, നോക്കി ചെയ്താൽ മതിയാവും. ഐ എഗ്രി കൊടുക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് വാലറ്റ് ഓണായി വരും. എന്നിട്ട് ഇതിൽ നമ്മൾ സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് ടോൺ കൊടുക്കുക. കാരണം നമ്മൾ ന്യൂ ആണല്ലോ എടുക്കുക. പിന്നെ ബാക്കപ്പ് വിയ ഇമെയിൽ എല്ലാം കറക്റ്റ് കൊടുക്കും. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. കാരണം പിന്നൊരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പം നമ്മളിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ ഫോം. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതനുസരിച്ച് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം നമുക്കിങ്ങനൊരു ഓപ്പണായി വരും. വ്യൂ ടോൺ സ്പേസ് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് കണക്റ്റ് വാലറ്റ് കൊടുക്കുക. അതിൽ ബാക്ക് ടു ഹാംസ്റ്റർ കോമ്പാറ്റ് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചോ. ജസ്റ്റ് മെയിൽ സക്സസ് കാണിക്കുക. അപ്പം അത് ആക്റ്റീവായിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് വാലറ്റ് കണക്ട് ചെയ്യാൻ അർത്ഥമുള്ളൂ. ഇതിൽ നമുക്ക് കാണാൻ പറ്റും വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഇത് സേഫ് ആണോ അല്ലയോ? ഇതൊരു ടെലിഗ്രാമാണ്. ടെലിഗ്രാം ലിങ്ക് ആയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഹാക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. അതിനൊക്കെ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് അത്ര അങ്ങ് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഇതുവരെ നമുക്കിത് സേഫാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ see you in next video. Bye.